ആകെ ഒരു സൺഡേ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇന്ന് എണീക്കാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ എണീറ്റു. അത് കഴിഞ്ഞ് രാവിലെ എന്ത് കഴിക്കാനുണ്ടെന്ന് പോയി നോക്കിയപ്പോഴത്തേക്കും അവിടെ ശോകം. ദോശയും അതുപോലെ ചമ്മന്തിയായിരുന്നു. ഇത് രണ്ടും എനിക്കിഷ്ടമല്ല. നേരത്തെയൊക്കെ ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പോൾ ദോശയും ചമ്മന്തിയും എനിക്കിഷ്ടമല്ല. ഇഡലി ഇഷ്ടമല്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു ചായ കുടിച്ചു, കാപ്പി കുടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്താ കഴിക്കാൻ നോക്കുമ്പോഴത്തേക്കും അവന് വേണമെന്ന് പറഞ്ഞപ്പോൾ അവനും ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ദോശയും ചമ്മന്തിയും കഴിച്ചില്ലെങ്കിൽ അമ്മ വന്നിട്ട് നല്ല ചീത്ത പറയുന്നുള്ളതുകൊണ്ട് ഞാൻ 2 ദോശയും ചമ്മന്തിയും എടുത്ത് കഴിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഇവിടെ നമുക്ക് നോറക്കുട്ടിക്കും അപ്പൂനും അതുപോലെ പാണ്ടയ്ക്കൊക്കെ ചോറ് കൊടുക്കണം. അപ്പം ഐസായിരുന്നു മീൻ. അതെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ യൂണിഫോമൊക്കെ കഴുകാനുണ്ടായിരുന്നു. സാറ്റർഡേയൊക്കെ പരേഡ് ഉള്ളതുകൊണ്ട് അപ്പോൾ സമയം കിട്ടത്തില്ല. ഞായറാഴ്ചയാണ് ഇതൊക്കെ കഴുകിയിടുന്നത്. ഇന്ന് അമ്മ വീട്ടിലില്ലാത്ത ദിവസമായതുകൊണ്ട് കറിയൊക്കെ ശോകമായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ചത് എടുത്തിട്ട് സാമ്പാറും അതുപോലെ സോയാബീൻ കറിയായിരുന്നു. അതൊക്കെ ചൂടാക്കിയിട്ട് കഴിച്ചു. വേറെ ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ലായിരുന്നു ഇന്ന്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു. പിന്നെ ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും പുറത്ത് മഴ ചാറുന്നുണ്ടായിരുന്നു. അപ്പോൾ തുണിയൊക്കെ എടുക്കാൻ പോയതാണ്. പക്ഷെ ഒന്നും ഉണങ്ങിയിട്ടില്ല. ഇന്ന് വെയിൽ കുറവായിരുന്നല്ലോ, അതുകൊണ്ടൊന്നും ഉണങ്ങിയിട്ടില്ല. അപ്പോഴാണ് ഇത് കണ്ടത്. ഇത് ഇത്രയൊക്കെ ആയത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അതിന് മുന്നേ ഓടാൻ വേണ്ടി നിൽക്കുവാണ് പാണ്ഡു. അതൊക്കെ കഴിഞ്ഞിട്ട് തുണിയൊക്കെ കൊണ്ട് അലമാരിയിൽ വെച്ചു. ഈ ഒരു ഡ്രോ ഉണ്ടോ, ഇത് ഞാൻ 9ാം ക്ലാസ് തൊട്ട് പഠിച്ച പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ എക്സാംസിൻ്റെ ആൻസർ ഷീറ്റൊക്കെ വെച്ചിരിക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട്